ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 6ാം ക്ലാസ് താരിഖുൽ ഇസ്ലാം വാർഷിക പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാൻ സഹായകമായ രീതിയിൽ നിങ്ങളെ പാഠത്തെ ഒന്ന് മനസ്സിലാക്കി തരികയാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾക്ക് 8ാമത്തെ പാഠഭാഗം മുതലാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. എന്താണ് തൗഫനി മുസ്ലിമൻ? ഈജിപ്തിലെ രാജാവ് സ്വപ്നം കണ്ടു. തടിച്ച 7 പശുക്കളെ മെലിഞ്ഞ 7 പശുക്കൾ ഭക്ഷിക്കുന്നു. 7 പച്ച കതിർക്കുലകളും 7 ഉണങ്ങിയ കതിർക്കുലകളും. 7 പച്ച കതിർക്കുലകളും 7 ഉണങ്ങിയ കതിർക്കുലകളും. യൂസുഫ് നബി പറഞ്ഞു, ഈജിപ്തിൽ ഒരു ക്ഷേമവർഷവും പിന്നീട് 7 ക്ഷാമവർഷങ്ങളും ഉണ്ടാകും. അതായത് രാജാവിൻ്റെ സ്വപ്നത്തെക്കുറിച്ച് യൂസുഫ് നബി അലൈഹി സ്വലാം ആണ് വ്യാഖ്യാനിക്കുന്നത്. 7 ക്ഷേമവർഷവും പിന്നീട് 7 ക്ഷാമവർഷവും ഉണ്ടാവും. ക്ഷേമകാലത്ത് കൊയ്തെടുത്ത ധാന്യത്തിൽ ഭക്ഷിക്കാനുള്ളത് കഴിച്ചുള്ളവ ബാക്കി കതിർക്കുലയിൽ തന്നെ സൂക്ഷിക്കുക. ഇത് ക്ഷാമകാലത്ത് ഉപകരിക്കും എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം രാജാവിനോട്, ഈജിപ്തിലെ രാജാവിനോട് പറയുകയാണ്. രാജാവ് സന്തുഷ്ടനായി. രാജാവ് യൂസുഫ് നബിയെ ധനകാര്യ മന്ത്രിയാക്കി. യൂസുഫ് നബിയെ ഈജിപ്തിലെ രാജാവ് ധനകാര്യ മന്ത്രിയാക്കി. ഈജിപ്തിലെ എന്ത് അധികാരമാണ് യൂസുഫ് നബിക്ക് കൊടുത്തത്? ധനകാര്യ മന്ത്രിയാണ് ആക്കിയത്. മനസ്സിലാക്കട്ടെ. ചോദ്യം ഏത് രീതിയിലാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. യൂസുഫ് ഈജിപ്തിലെ ധനകാര്യ മന്ത്രിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഭക്ഷ്യധാന്യങ്ങൾക്കായി യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ വരുന്നു. പോകാനൊരുങ്ങിയ സഹോദരങ്ങളോട് അടുത്ത പ്രാവശ്യം സഹോദരനായ ബിന്യാമിനെ കൊണ്ടുവരണമെന്നും ഇല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ നൽകില്ലെന്നും അറിയിച്ചു. അടുത്ത യാത്രയിൽ യൂസുഫ് നബി അലൈഹിസ്ലാം ബിന്യാമിനോട് സ്വകാര്യമായി പറഞ്ഞു, ഞാൻ നിന്റെ സഹോദരനാണെന്നും അവരുടെ പ്രവർത്തനത്തിൽ നീ ദുഃഖിക്കരുതെന്നും പറഞ്ഞു. എന്താണ് യൂസുഫ് നബി അലൈഹി സ്വലാം ബിന്യാമിനോട് പറഞ്ഞത്? ഞാൻ നിന്റെ സഹോദരനാണെന്നും അവരുടെ പ്രവർത്തനത്തിൽ നീ ദുഃഖിക്കരുതെന്നും യൂസുഫ് ബിന്യാമിനോട് സ്വകാര്യമായി പറഞ്ഞു. യൂസുഫ് ബിന്യാമിനോട് സ്വകാര്യമായി പറഞ്ഞത് എന്ത് മനസ്സിലാക്കുക. പിന്നെന്താണ്? സഹോദരന്മാർക്ക് സാധനങ്ങൾ നൽകിയപ്പോൾ അളവ് പാത്രം ബിന്യാമീൻ്റെ ഭാണ്ഡത്തിൽ വെച്ചു. പിന്നീട് ഒരാൾ വിളിച്ചു പറഞ്ഞു, യാത്രാസംഘം അളവ് പാത്രം മോഷ്ടിച്ചിരിക്കുന്നു. യാത്രാസംഘം അത് നിഷേധിച്ചു. ഭാണ്ഡങ്ങൾ പരിശോധിച്ചപ്പോൾ അവസാനം ബിന്യാമിൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് അളവ് പാത്രം കണ്ടെടുത്തു. ബിന്യാമിന് പകരം മറ്റൊരു കുറ്റമേൽക്കാൻ തയ്യാറെങ്കിലും യൂസുഫ് നബി അത് അനീതിയാണെന്ന് പറഞ്ഞു തള്ളി. സഹോദരങ്ങൾ യൂസുഫ് നബിയെ തിരിച്ചറിഞ്ഞു. യൂസുഫ് നബി അവർക്ക് മാപ്പ് നൽകി. പിതാവിനെ കൂട്ടി കുടുംബസമേതം ഈജിപ്തിലേക്ക് വരാൻ യൂസുഫ് അവരോട് നിർദ്ദേശിച്ചു. ദുഃഖിച്ച് കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട പിതാവിൻ്റെ മുഖത്ത് തൻ്റെ കുപ്പായമിടാൻ അദ്ദേഹം പറഞ്ഞു. അവർ നാട്ടിലെത്തി കുപ്പായം യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മുഖത്തിട്ടു. അപ്പോൾ കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത് ആർക്കാണ്? യാക്കൂബ് നബി, യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ പിതാവ്. മനസ്സിലാക്കുക. അതിൻ്റെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ച തെളിഞ്ഞു. കുപ്പായത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ച തെളിഞ്ഞു. അപ്പോൾ അത് മനസ്സിലാക്കുക. അവർ കുടുംബസമേതം യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ അടുത്തെത്തി. മാതാപിതാക്കളും 11 സഹോദരങ്ങളും അദ്ദേഹത്തെ കുനിഞ്ഞു വണങ്ങി. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സ്വപ്നം പുലർന്നു. യൂസുഫ് നബി അലൈഹി സ്വലാം മുന്നൊരു സ്വപ്നം കണ്ടിരുന്നു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ അതാണ് ഇവിടെ സ്വപ്നം പുലർന്നു എന്ന് പറയുന്നത്. അല്ലാഹു തആലയുടെ അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. മനസ്സിലാക്കുക. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം ഖുർആനിലെ സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പാഠത്തുനിന്ന് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരങ്ങൾ ഈജിപ്തിലെത്തുന്നതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക. അങ്ങനെ പിതാവ് കുടുംബസമേതം ഈജിപ്തിലേക്ക് അവർ വരുന്നതും മാതാപിതാക്കളും സഹോദരങ്ങളും അദ്ദേഹത്തിന് മുന്നിൽ കുനിഞ്ഞു വണങ്ങുന്നതും യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സ്വപ്നം പുലരുന്നതൊക്കെ ഈ പാഠത്ത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഈജിപ്തിലെ ധനകാര്യ മന്ത്രിയാണ് ആക്കിയത്.
മനസ്സിലാക്കുക. നമുക്കടുത്ത പാഠം നോക്കാം. അതുപോലെ ഈജിപ്തിലെ രാജാവ് കണ്ട സ്വപ്നം നന്നായി മനസ്സിലാക്കുക. അതിന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം വ്യാഖ്യാനിച്ചത് എന്ത്? അപ്പം ഞാൻ പറഞ്ഞപ്പം ക്വസ്റ്റ്യൻ്റെ കൂടെ പറയുമ്പോൾ അത് മുഴുവനായിട്ട് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കണം. തടിച്ച 7 പശുക്കളെ മെലിഞ്ഞ 7 പശുക്കൾ ഭക്ഷിക്കുന്നു. 7 പച്ച കതിർക്കുലകളും 7 ഉണങ്ങിയ കതിർക്കുലകളുമാണ് ഈജിപ്തിലെ രാജാവ് കണ്ട സ്വപ്നം. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കട്ടോ. അടുത്ത 9ാമത്തെ പാഠം. 9ാമത്തെ പാഠത്തുനിന്ന് നിങ്ങൾ ഫിറഔന് ഫറോവയെക്കുറിച്ച് മനസ്സിലാക്കുക. നൈൽ നദി ഈജിപ്തിലെ പ്രസിദ്ധമായൊരു നദിയാണ്. നൈൽ നദി ഈജിപ്തിലെ പ്രസിദ്ധമായൊരു നദിയാണ്. ചെങ്കടൽ ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ഇടയിലുള്ള ഒരു കടലിടുക്കാണ്. ചെങ്കടൽ ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ഇടയിലുള്ള കടലിടുക്കാണ്. സീനാമല ഈജിപ്തിലെ ഒരു മലയാണ്. സീനാമല ഈജിപ്തിലെ ഒരു മലയാണ്. പിന്നെന്താണ്? കിബുത്തി ഒരു ഗോത്രക്കാരാണ് കിബുത്തി എന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതാവ് ഇമ്രാന്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതാവ് ഇമ്രാന്. ഫിറൗൻ്റെ ഭാര്യ ആസിയ. മൂസാ നബിയെ വധിക്കാൻ തീരുമാനിച്ചപ്പോൾ മൂസാ നബി നാട് വിട്ടു. മദിയൻ എന്ന നാട്ടിലാണ് മൂസാ നബി എത്തിപ്പെട്ടത്. മദിയൻ ഷുഐബ് നബിയുടെ വീട്ടിലാണ് മൂസാ നബി അലൈഹി ഇസ്ലാം എത്തിപ്പെട്ടത്. അപ്പം മനസ്സിലാക്കുക, അല്ലാഹു തആലയിൽ നിന്നുള്ള ഇൽഹാം അനുസരിച്ച് അവർ കുട്ടിയെ ഒരു പെട്ടിയിലാക്കി നൈൽ നദിയിലിട്ടു. അല്ലാഹു തആലയിൽ നിന്നുള്ള ഇൽഹാം, അപ്പോൾ ആയിട്ട് വിട്ട ഭാഗം പൂരിപ്പിക്കാനായിട്ട് വരും. ഇൽഹാം അനുസരിച്ച് അവർ കുട്ടിയെ ഒരു പെട്ടിയിലാക്കി നൈൽ നദിയിലിട്ടു. പെട്ടിയെ പിന്തുടരാൻ മകളെ അയച്ചു. ഈ പെട്ടി ലഭിച്ചത് ഫിറൗൻ്റെ കുടുംബത്തിലാണ്. ഇവനെ കൊല്ലരുത്, നമുക്ക് ദത്തുപുത്രനാക്കാം, ഫിറൗൻ്റെ ഭാര്യ ആസിയ പറഞ്ഞു. മനസ്സിലാക്കുക. അങ്ങനെ ഫിറൗൻ്റെ വീട്ടിൽ മൂസാ നബി അലൈഹി ഇസ്ലാം വളർന്നു. കുട്ടിയെ നോക്കാൻ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതാവിനെ തന്നെ ഏൽപ്പിക്കുന്നു. അങ്ങനെ മൂസ 30 വയസ്സുവരെ ഫിറൗൻ്റെ കൊട്ടാരത്തിൽ വളർന്നു. അദ്ദേഹം ഇസ്രായേലനാണെന്ന് ഫിറൗൻ അറിഞ്ഞില്ല. മൂസ ഇസ്രായേലരാണ്. മനസ്സിലാക്കി. ഒരു ദിവസം ഫിറൗൻ കുടുംബക്കാരനായ കിബുത്തി ഇസ്രായേലിനെ ആക്രമിക്കുന്നത് കണ്ട് ഇസ്രായേലൻ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് സഹായം തേടി. അദ്ദേഹം കിബുത്തിയെ ഒന്നിടിച്ചു. അയാൾ മരിച്ചുപോയി. കിബുത്തിയാണ് ഫിറൗൻ്റെ കുടുംബക്കാരൻ. മനസ്സിലാക്കുക, കിബുത്തി. മറ്റൊരു ദിവസം മറ്റൊരു കിബുത്തിയുമായി മൂസാ നബി അലൈഹി ഇസ്ലാം പ്രശ്നമുണ്ടായി. അപ്പോൾ ആ കിബുത്തി എന്താണ് പറഞ്ഞത്? എന്താണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത്? ഇന്നലെ ഒരാളെ കൊന്നതുപോലെ ഇന്ന് എന്നെയും കൊല്ലാൻ ശ്രമിക്കുകയാണോ? കിബുത്തി ഫിറൗൻ്റെ കുടുംബക്കാരനായ കിബുത്തിലാക്ക മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത്. ഇന്നലെ ഒരാളെ കൊന്നതുപോലെ ഇന്ന് എന്നെയും കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ അവിടെ നിന്ന് നാട് വിട്ട മൂസാ അലൈഹി ഇസ്ലാം മദിയനിൽ ഷുഐബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലാണ് എത്തിയത്. 8-10 വർഷം തൻ്റെ കൂലിവേലക്കാരനായി ആടുകളെ നോക്കണമെന്ന ഉപാധിയോടെ മകളെ സഫൂറയെ വിവാഹം ചെയ്തു കൊടുത്തു. 8-10 വർഷം തൻ്റെ കൂലിവേലക്കാരനായി ആടുകളെ നോക്കണമെന്ന ഉപാധിയോടെ മകൾ സഫൂറയെ വിവാഹം ചെയ്തു കൊടുത്തു. മൂസാ നബി അലൈഹി ഇസ്ലാമിന് മകൾ സഫൂറയെ ശുഐബ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചെടുത്തത് എന്ത് ഉപാധിയോടെയാണ്? മനസ്സിലാക്കി പഠിക്കുക. 10 വർഷത്തിന് ശേഷം മൂസാ അലൈഹി ഇസ്ലാം ഗർഭിണിയായ ഭാര്യയോടൊപ്പം ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. അതിശൈത്യമുള്ള ഒരു രാത്രിയിൽ വഴി തെറ്റി പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ സീനാമലയുടെ ഭാഗത്തു നിന്ന് ഒരു തീ കണ്ടു. വഴിയെക്കുറിച്ചുള്ള വിവരമോ തീയോ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് കുടുംബത്തെ വഴിയിൽ നിർത്തി മൂസാ നബി അലൈഹി ഇസ്ലാം അങ്ങോട്ട് പുറപ്പെട്ടു. അടുത്തെത്തിയപ്പോൾ ഒരു അശരീരി കേട്ടു, മൂസ, നിശ്ചയം ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹു ആണ്. അവിടെ വെച്ച് അള്ളാഹു താല അദ്ദേഹത്തിന് നുബുവത്തും റിസാലത്തും നൽകി. മൂസാ നബി അലൈഹി ഇസ്ലാമിന് നുബുവത്തും റിസാലത്തും ലഭിച്ചത് എവിടെ വെച്ചാണ്? സീനാ മലയുടെ ഭാഗത്ത് വെച്ചാണ്.
അദ്ദേഹത്തിന് നുബുവത്തും റിസാലത്തും ലഭിച്ചത്. മനസ്സിലാക്കുക. മൂസാ നബി അലൈഹി ഇസ്ലാമിന് കൈകൊണ്ടും വടികൊണ്ടും മോചിത്ത് പ്രകടിപ്പിക്കാനുള്ള അനുമതി നൽകി. കൈ കക്ഷത്തിൽ വെച്ചെടുത്താൽ പ്രകാശിക്കും, വീണ്ടും വെച്ചാൽ സാധാരണ പോലെയാകും. വടി നിലത്തിട്ടാൽ സർപ്പമാകും, അതെടുത്താൽ പൂർവ്വസ്ഥിതിയിലാകും. സഹോദരൻ ഹാറൂനിനും അല്ലാഹുത്താല പ്രവാചകത്വം നൽകി. അത് മൂസാ നബി അലൈഹി ഇസ്ലാമിന് തുണയായി. മൂസാ നബി അലൈഹി ഇസ്ലാമിന് തുണയായി എന്ത്? സഹോദരൻ ഹാറൂനിനും അല്ലാഹുത്താല പ്രവാചകത്വം നൽകിയത് മൂസാ നബി അലൈഹി ഇസ്ലാമിന് തുണയായി. മനസ്സിലാക്കുക. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മോചിതത്ത് മനസ്സിലാക്കി പഠിക്കുക. അല്ലാഹുത്താലയുടെ കൽപ്പന പ്രകാരം മൂസാ നബി അലൈഹി ഇസ്ലാമും സഹോദരൻ ഹാറൂനും ഈജിപ്തിലെത്തി. ഫിർഔനിനെയും അവരെ ജനതയെയും തൗഹീദിലേക്ക് ക്ഷണിച്ചു. ഇസ്രായേലരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. മോചിതത്തുകൾ കാണിച്ചു കൊടുത്തു. പക്ഷേ അവർ അത് നിഷേധിച്ചു തള്ളി. മോചിതത്തുകൾ സിഹറാണെന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മോചിതത്തുകൾ സിഹറാണെന്ന് പറഞ്ഞത് ആരാണ്? ഫിർഔനും അവരുടെ ജനതയും. മനസ്സിലാക്കുക. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ നേരിടാൻ വിദഗ്ധരായ മജീഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി. അവർ കയറുകളും വടികളും കളത്തിലിട്ടു. അവയെല്ലാം സർപ്പങ്ങളാണെന്ന് ജനങ്ങൾക്ക് തോന്നി. മൂസാ നബി അലൈഹി ഇസ്ലാം വടി താഴെയിട്ടു. അത് പാമ്പായി മാറി അവരുടെ സർപ്പങ്ങളെയെല്ലാം വിഴുങ്ങി. സത്യം ബോധ്യപ്പെട്ട മജീഷ്യന്മാർ സുജൂദിൽ വീണു. അവർ സത്യവിശ്വാസികളായി. സത്യദീൻ ഉപേക്ഷിച്ചില്ലെങ്കിൽ കൈകാലുകൾ വിപരീതമായി മുറിച്ച് ക്രൂശിക്കുമെന്ന് ഫിർഔൻ അവരെ ഭീഷണിപ്പെടുത്തി. പക്ഷേ അവർ വഴങ്ങിയില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മോചിതത്തിനെ കുറിച്ചിട്ട് നന്നായി മനസ്സിലാക്കുക. 30 വർഷം മൂസാ നബി അലൈഹി ഇസ്ലാം പ്രബോധനം തുടർന്നു. 30 വർഷം മൂസാ നബി അലൈഹി ഇസ്ലാം പ്രബോധനം തുടർന്നു. ഫിറൗൻ്റെ വീട്ടിൽ താമസിച്ചത് 30 വർഷം, പ്രബോധനം തുടർന്നത് 30 വർഷം. മനസ്സിലാക്കി വെക്കട്ടാ. ഫിർഔനും അനുയായികളും അസത്യത്തിൽ ഉറച്ചു നിന്നു. അപ്പോൾ അനുയായികളുമായി മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഹിജ്റ പോകാൻ കൽപ്പിച്ചത് എവിടേക്കാണ്? ഫലസ്തീനിലേക്കാണ്. രാത്രി രഹസ്യമായി പുറപ്പെട്ടു. അവർ ചെങ്കടലിൻ്റെ തീരത്തെത്തി. വിവരമറിഞ്ഞ ഫിർഔനും സൈന്യവും അവരെ പിന്തുടർന്നു. സത്യവിശ്വാസികൾ ഭയന്നു വിറച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത് മൂസാ നബി അലൈഹി ഇസ്ലാം? അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്. അവൻ എന്നെ നേർവഴിയിലേക്ക് നയിക്കും. മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. മാച്ച് ചെയ്യാൻ വരും. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിലേക്ക് മാച്ച് ചെയ്യാൻ വരും. മനസ്സിലാക്കുക. അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം മൂസ കടലിലടിച്ചു. അത് രണ്ടായി പിളർന്നു. ഒരു വരണ്ട വഴിയുണ്ടായി. മൂസാ നബി അലൈഹി ഇസ്ലാമും അനുയായികളും അതിലൂടെ മറുകരയിലെത്തി. ഫിറഔനും പട്ടാളവും അവരെ പിന്തുടർന്നു. അപ്പോഴേക്കും സമുദ്രം കൂടിച്ചേർന്നു. അവർ മുങ്ങി നശിച്ചു. ഫിറഔനെയും ജനതയെയും അല്ലാഹു തആല നശിപ്പിച്ചത് എങ്ങനെ? മനസ്സിലാക്കി പഠിക്കുക. ഈ ഭാഗം എഴുതാൻ വരും. അല്ലാഹു തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഫലസ്തീനിലേക്ക് ഹിജ്റ പോകാൻ പറഞ്ഞു. അങ്ങനെ അനുയായികളുമായി മൂസാ നബി അലൈഹി ഇസ്ലാം ഫലസ്തീനിലേക്ക് പോകുമ്പോൾ അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം മൂസാ നബി അലൈഹി ഇസ്ലാം കടലിലടിച്ചു. അത് രണ്ടായി പിളർന്നു. വരണ്ട വഴിയുണ്ടായി. മൂസാ നബി അലൈഹി ഇസ്ലാമും അനുയായികളും അതിലൂടെ മറുകര എത്തി. ഫിറൗനും പട്ടാളവും അവരെ പിന്തുടർന്നു. അപ്പോൾ സമുദ്രം കൂടിച്ചേർന്നു. അവർ മുങ്ങി നശിച്ചു. മനസ്സിലാക്കി പഠിക്കുക. തദ്രിബാത്തിൽ വന്ന നക്റ നഫമും ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനൊക്കെ നന്നായി മനസ്സിലാക്കുക. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതാവിൻ്റെ പേരെന്ത്? പിതാവിൻ്റെ പേരെന്തായിരുന്നു? ഇമ്രാനാണ് പിതാവിൻ്റെ പേര്. നാട് വിട്ട മൂസ എത്തിയ നാട് മദിയനാണ്. മദിയൻ. മനസ്സിലാക്കുക. വെച്ചാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന് നുബുവത്തും റിസാലത്തും ലഭിച്ചത്? സീനാമലയിലാണ്. ഈജിപ്തിലെ ഒരു മലയാണ് സീനാമല. മനസ്സിലാക്കുക. അടുത്ത മൂസാ നബി അലൈഹി ഇസ്ലാം എത്ര വർഷം പ്രബോധനം നടത്തി? 30 വർഷം പ്രബോധനം നടത്തി. എത്ര വർഷമാണ് ഫിറൗൻ്റെ വീട്ടിൽ താമസിച്ചത്? അത് 30 വർഷമാണ്. മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പാഠത്തിൻ്റെ ഫസ്റ്റ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രവചിച്ചതുണ്ട്. മനസ്സിലാക്കണം. എൻ്റെ സന്താനങ്ങളിൽപ്പെട്ട ഒരാൾ മുഖേന
ഈജിപ്ത് രാജാവിൻ്റെ നാശം. എൻ്റെ സന്താനങ്ങളിൽപ്പെട്ട ഒരാൾ മുഖേനയാണ് ഈജിപ്ത് രാജാവിൻ്റെ നാശം. ആരാ പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് പ്രവചിച്ചത്. മനസ്സിലാക്കുക. ആ പ്രവചനം കാരണമാണ് ഫിർഔന് ഈജിപ്തിലെ ഇസ്രായേൽ ആൺകുട്ടികളെ എല്ലാം വധിക്കാൻ ഉത്തരവ് നൽകിയത്. പ്രവചിത കുഞ്ഞിനെ ഇല്ലാതാക്കാനായിരുന്നു ഇത്. ഫിറൗന് ഇസ്രായേലിൽ ആൺകുട്ടികളെ വധിക്കാൻ കാരണം എന്തായിരുന്നു? പ്രവചിത കുഞ്ഞിനെ ഇല്ലാതാക്കാനായിരുന്നു. മനസ്സിലാക്കുക. തദ്രിബാത്തിൽ വന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അടുത്ത നമുക്ക് 10ാമത്തെ പാഠം. 10ാമത്തെ പാഠത്തിൽ എന്താ പറയുന്നത്? നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബുൻ. അല്ലാഹു തആല അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ പുകഴ്ത്തി. അദ്ദേഹം ക്ഷമാശീലനായിരുന്നു, വളരെ നല്ല ദാസൻ. നിശ്ചയം അദ്ദേഹം അത്യധികം അള്ളാഹുവിലേക്ക് മടങ്ങുന്നവനാണ്. അല്ലാഹു തആല ഇങ്ങനെയാണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ പുകഴ്ത്തിയത്. അപ്പം മനസ്സിലാക്കുക, അല്ലാഹു തആല അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ എങ്ങനെയാണ് പുകഴ്ത്തിയത്, അല്ലാഹു തആല ഇങ്ങനെ പുകഴ്ത്തിയത് ആരെയാണ് എന്നൊക്കെ വരാം. മനസ്സിലാക്കി പഠിക്കുക. ഇസാഖിന്റെ സന്താന പരമ്പരയിൽ ജനിച്ച അയ്യൂബ് നബി അലൈഹി ഇസ്ലാം ഡമസ്കസിനടുത്ത് ബസ്നിയയിലെ പ്രവാചകനായിരുന്നു. ബസ്നിയയിലെ പ്രവാചകനായിരുന്നു ആര്? അയ്യൂബ് നബി അലൈഹി ഇസ്ലാം. ഡമസ്കസിനടുത്താണ് ബസ്നിയ. മനസ്സിലാക്കാം. അയ്യൂബ് നബി അലൈഹി ഇസ്ലാം 93 വർഷം ജീവിച്ചു. 93 വർഷം. അതിൽ 13 വർഷം കഠിന പരീക്ഷണത്തിന് വിധേയനായി. ശേഷം 20 കൊല്ലം ജീവിച്ചു. 93 വർഷമാണ് ജീവിച്ചത്. അതിൽ 13 വർഷം കഠിന പരീക്ഷണത്തിന് വിധേയനായി. 20 കൊല്ലം, അതിനുശേഷം 20 കൊല്ലം ജീവിച്ചു. ക്ഷമ കൈക്കൊണ്ട് അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ച അദ്ദേഹം പരീക്ഷണങ്ങളെ അതിജയിച്ചു. അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പരീക്ഷണങ്ങളെ അതിജയിച്ചത് എങ്ങനെയാണ്? ക്ഷമ കൊണ്ട്. ക്ഷമ കൈക്കൊണ്ടാണ് അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ച അദ്ദേഹം പരീക്ഷണങ്ങൾ അതിജയിച്ചു. ഇതാണ് അല്ലാഹു തആല അയ്യൂബ് നബിയെ പ്രശംസിക്കാൻ കാരണം. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ പ്രശംസിക്കാൻ കാരണം എന്താണ്? ക്ഷമ കൈക്കൊണ്ട് അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചു, അദ്ദേഹം പരീക്ഷണത്തിൽ അതിജയിച്ചു. ഇതാണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല പുകഴ്ത്താൻ കാരണം. എന്തായിരുന്നു അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് നൽകിയ പരീക്ഷണം? എന്താണ്? ശരീരത്തിന് ആരോഗ്യവും സമ്പത്തിൽ സമൃദ്ധിയും സന്താനത്തിൽ വർധനവും നൽകി. വിനയവും ധർമ്മവും സൽഗുണമായി അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്ത് ഈ പരീക്ഷണത്തിൽ അദ്ദേഹം വിജയിച്ചു. ആദ്യത്തെ പരീക്ഷണമാണ്. ശരീരത്തിൽ ആരോഗ്യവും സമ്പത്തിൽ സമൃദ്ധിയും സന്താനത്തിൽ വർധനവും നൽകി, വിനയവും ധർമ്മവും സൽഗുണമായി നൽകി അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്തുകൊണ്ട് ഈ പരീക്ഷണത്തിന് അദ്ദേഹം വിജയിച്ചു. വീണ്ടും പരീക്ഷണങ്ങളുണ്ടായി. എന്താണ്? സമ്പത്തിലും സന്താനങ്ങളിലും ശരീരങ്ങളിലും വിപത്തുകൾ വന്നു. ജനങ്ങൾക്കിടയിൽ പ്രവാചകത്വം സ്ഥിരപ്പെട്ട ശേഷമാണ് ഈ പരീക്ഷണങ്ങൾ ഉണ്ടായത്. സമ്പത്തിലും സന്താനങ്ങളിലും ശരീരത്തിലും വിപത്തുകൾ വന്നാണ് രണ്ടാമത് പരീക്ഷണം. അത് പ്രവാചകത്വം സ്ഥിരപ്പെട്ട ശേഷമാണ്. രോഗം കാരണം അദ്ദേഹം നന്നായി വിഷമിച്ചിരുന്നു. എന്നാൽ ജനങ്ങൾ വെറുക്കുന്ന രോഗമായിരുന്നില്ല അദ്ദേഹത്തിന് വന്നത്. ക്ഷമ കൈകൊണ്ട് അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ച അദ്ദേഹം പരീക്ഷണങ്ങളെ അതിജയിച്ചു. മനസ്സിലാക്കുക. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പരീക്ഷണത്തെക്കുറിച്ചിട്ട് 5 വരിയിൽ എഴുതാൻ വരും. നന്നായി മനസ്സിലാക്കി പഠിക്കുക. എങ്ങനെയാണ് അദ്ദേഹം വിജയിച്ചത്, എന്താണ് അല്ലാഹു തആല അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ പ്രശംസിക്കാൻ കാരണം എന്താണെന്നൊക്കെ കുറിച്ച് വന്നാൽ നമ്മൾ അതൊക്കെയാണ് എഴുതേണ്ടത്. രോഗം സുഖപ്പെട്ടു. നഷ്ടപ്പെട്ടതിനേക്കാൾ സന്താനങ്ങളെയും സമ്പത്തും അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകി. അയ്യൂബ് നബി അലൈഹി ഇസ്ലാം 93 വർഷം ജീവിച്ചു. 13 വർഷമാണ് കഠിനമായ പരീക്ഷണത്തിന് വിധേയനായത്. അതിനുശേഷം അദ്ദേഹം 20 കൊല്ലം ജീവിച്ചു. അടുത്ത പിന്നെ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിനെയാണ് കുറിച്ച് പറയുന്നത്. ഓരോ നബിമാരെക്കുറിച്ചും പ്രത്യേകം മനസ്സിലാക്കി പഠിക്കണം. മദിയൻ നിവാസികളിലേക്കുള്ള പ്രവാചകനാണ് ഷുഐബ് നബി അലൈഹി ഇസ്ലാം. മദിയൻ നിവാസികളിലേക്ക് അല്ലാഹു തആല ഷുഐബ് നബി അലൈഹി ഇസ്ലാമിനെ നിയോഗിച്ചു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പുത്രൻ മദിയനിൻ്റെ സന്താന പരമ്പരയിലാണ് ഷുഐബ് നബി അലൈഹി ഇസ്ലാം ജനിച്ചത്.
മനസ്സിലാക്കാം. മദിയൻ നിവാസികൾ മുശ്രിക്കുകളായിരുന്നു. അളവിലും തൂക്കത്തിലും വഞ്ചന നടത്തുന്നവരും കൊള്ളയടിക്കുന്നവരുമായിരുന്നു. അവർ നബിയെ എറിഞ്ഞു കൊല്ലുമെന്നും അനുയായികളോടൊപ്പം നാട് കടത്തുമെന്നും ഭീഷണിപ്പെടുത്തി. മനസ്സിലാക്കാം. മദിയൻ നിവാസികൾ എങ്ങനെയുള്ളവരായിരുന്നു? മദിയൻ നിവാസികൾ മുശ്രിക്കുകളും അളവിലും തൂക്കത്തിലും വഞ്ചന നടത്തുന്നവരും യാത്രക്കാരെ കൊള്ളയടിക്കുന്നവരുമായിരുന്നു. ശുഐബ് നബി അലൈഹി ഇസ്ലാം അവരെ വിശ്വാസത്തിലേക്കും നന്മയിലേക്കും ക്ഷണിച്ചു. മദിയൻ നിവാസികൾ ശുഐബ് നബി അലൈഹി ഇസ്ലാമിനെ വെല്ലുവിളിച്ചു. എന്താണ് പറഞ്ഞത്? നീ സത്യവാദിയാണെങ്കിൽ ആകാശത്തിൻ്റെ കഷ്ണങ്ങൾ ഞങ്ങളുടെ മേൽ വീഴ്ത്തുക എന്ന് അവരെ വെല്ലുവിളിച്ചു. ശുഐബ് നബി അലൈഹി ഇസ്ലാമിനെ മദിയൻ നിവാസികൾ വെല്ലുവിളിച്ചു. നീ സത്യവാനാണെങ്കിൽ ആകാശത്തിൻ്റെ കഷ്ണങ്ങളെ ഞങ്ങളുടെ മേൽ വീഴ്ത്തുക എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു തആല അവർക്ക് കഠിനമായ ചൂട് നൽകി. വെള്ളം തിളച്ചു മറിഞ്ഞു, വായ വറ്റി വരണ്ടു. അങ്ങനെയിരിക്കെ ആകാശത്ത് ഒരു കാർമേഘം പ്രത്യക്ഷപ്പെട്ടു. തണൽ കൊള്ളാൻ അതിനു താഴെ അവർ ഒരുമിച്ച് കൂടി. അപ്പോൾ താഴെ നിന്ന് ഒരു പ്രകമ്പനവും മുകളിൽ നിന്ന് ഒരു ഘോര ശബ്ദവും ഉണ്ടായി. ആ കാർമേഘം തീക്കണലുകളും ഉൽക്കകളും വർഷിച്ചു. ആ കാർമേഘം തീക്കല്ലുകളും ഉൽക്കകളും വർഷിച്ചു. എല്ലാവരും നശിച്ചു. ശുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയെ അല്ലാഹു തആല നശിപ്പിച്ചത് എങ്ങനെ മനസ്സിലാക്കി പഠിക്കുക. ഈ പാരഗ്രാഫ് നന്നായി മനസ്സിലാക്കി പഠിക്കുക. ശുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനത. അപ്പോൾ എത്രയാണ് ഈ പാഠത്തു നിന്ന് തദ്രിബാത്തിൽ വന്ന ടിക്ക് ദ കറക്റ്റ് ആൻസറൊക്കെ നന്നായി മനസ്സിലാക്കുക. മദിയൻ നിവാസികളിലേക്ക് നിയോഗിച്ച റസൂലാണ് ശുഐബ് നബി അലൈഹി ഇസ്ലാം. മനസ്സിലാക്കുക. അടുത്ത 11ാമത്തെ പാഠാണ്. എന്താണ് അതിൽ പറയുന്നത്? ബനു ഇസ്രായേലർ ദോഷങ്ങൾ കൂടുകയും അവർ ചിലർ നബിമാരെ വധിക്കുകയും ചെയ്തപ്പോൾ അല്ലാഹു തആല അവരെ ശിക്ഷിച്ചു. ബനു ഇസ്രായേലരെ അല്ലാഹു തആല ശിക്ഷിച്ചു. എന്തിനാണ്? അവരുടെ ദോഷങ്ങൾ കൂടുകയും അവർ ചില നബിമാരെ വധിക്കുകയും ചെയ്തപ്പോഴാണ് അല്ലാഹു തആല അവരെ ശിക്ഷിച്ചത്. തൽഫലമായി ശത്രുക്കളായ അമാലിക്ക സമൂഹം അവരെ ആക്രമിച്ചു. അമാലിക്ക സമൂഹം ബനു ഇസ്രായേലരെ ആക്രമിച്ചു. താബൂത്ത് പിടിച്ചെടുത്തു. ഇസ്രായേലരുടെ താബൂത്ത് അമാലിക്ക സമൂഹം പിടിച്ചെടുത്തു. പ്രവാചകന്മാരുടെ തിരുശേഷിപ്പുകളടങ്ങിയ ആ താബൂത്ത് അവർക്ക് സമാധാനവും അനുഗ്രഹവുമായിരുന്നു. പ്രവാചകന്മാരുടെ തിരുശേഷിപ്പടങ്ങിയ ആ താബൂത്ത് ഇസ്രായേലർക്ക് സമാധാനവും അനുഗ്രഹവുമായിരുന്നു. അത് അമാലിക്ക സമൂഹം പിടിച്ചെടുത്തു. മനസ്സിലാക്കുക. ഈ സന്ദർഭത്തിൽ അല്ലാഹു തആല ശംവീൽ അലൈഹി ഇസ്ലാമിനെ അവരുടെ നബിയായി നിയോഗിച്ചു. ഇസ്രായേലരുടെ നബിയായിട്ട് ശംവീൽ അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല നിയോഗിച്ചു. മനസ്സിലാക്കുക. അമാലിക്കയോട് യുദ്ധം ചെയ്യാൻ ജ്ഞാനിയും ശക്തനുമായ തോലൂത്തിനെ രാജാവായും നിശ്ചയിച്ചു. ഇസ്രായേലരിൽ നിന്ന് അമാലിക്കയോട് യുദ്ധം ചെയ്യാൻ ജ്ഞാനിയും ശക്തനുമായ തോലൂത്തിനെ രാജാവായി നിശ്ചയിച്ചു. മനസ്സിലാക്കുക. താബൂത്തിൻ്റെ തിരിച്ചുവരവായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജാധികാരത്തിൻ്റെ തെളിവ്. താബൂത്ത് അധീനപ്പെടുത്തിയത് മുതൽ അമാലിക്ക സമൂഹത്തിൽ രോഗങ്ങളും ആപത്തുകളും വർദ്ധിച്ചു. അതിനെ ശകനമായി കണ്ട അവർ ഒരു കാളയുടെ വണ്ടിയിൽ അത് കയറ്റി വിട്ടു. മലക്കുകൾ കാളയെ തെളിച്ചു ഇസ്രായേലരുടെ അടുത്തെത്തിച്ചു. താബൂത്ത് എങ്ങനെയാണ് ഇസ്രായേലർക്ക് തിരിച്ചു കിട്ടിയത്? അമാലിക്ക സമൂഹം പിടിച്ചെടുത്തതായിരുന്നു താബൂത്ത്. താബൂത്ത് അധീനപ്പെടുത്തിയതോടും അമാലിക്ക സമൂഹത്തിലും ആപത്തുകളും വർദ്ധിച്ചു. അതത് ദുശകുനമായിട്ടാണ് അവർ കണ്ടത്. താബൂത്ത് ദുശകുനമായി കണ്ട് അവരൊരു കാളയുടെ വണ്ടിയിൽ അത് കയറ്റി വിട്ട് മലക്കുകൾ കാളയെ തെളിച്ചു ഇസ്രായേലരുടെ അടുത്തെത്തിച്ചു. അങ്ങനെയാണ് താബൂത്ത് ഇസ്രായേലർക്ക് തിരിച്ചു കിട്ടിയത്. മനസ്സിലാക്കുക. അങ്ങനെ ഇസ്രായേലരും അമാലിക്ക സമൂഹവും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. അമാലിക്ക രാജാവായ ജാലൂത്തും
ഇസ്രായേലരുടെ രാജാവായി തോലൂത്തും. മനസ്സിലാക്കുക, തോലൂത്തിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന ദാവൂദ് നബി അലൈഹിസ്സലാം അവനോട് ഏറ്റുമുട്ടുകയും തോലൂത്തിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന ദാവൂദ് അലൈഹിസ്സലാം അവനോട് ഏറ്റുമുട്ടുകയും വധിക്കുകയും ചെയ്തു. ജാലൂത്തിനെ വധിച്ചതാരാണ്? ദാവൂദ് അലൈഹിസ്സലാം. മനസ്സിലാക്കുക, തോലൂത്ത് തൻ്റെ മകളെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. പിന്നീട് രാജാധികാരവും വിട്ടുകൊടുത്തു. ദാവൂദ് അലൈഹിസ്സലാമിന് രാജാധികാരം ലഭിച്ചത് എങ്ങനെയാണ്? ജാലൂത്തിനെ വധിച്ചപ്പോൾ തോലൂത്ത് തൻ്റെ മകളെ ദാവൂദ് അലൈഹിസ്സലാമിന് വിവാഹം ചെയ്തു കൊടുക്കുകയും രാജാധികാരം വിട്ടുകൊടുക്കുകയും ചെയ്തു. മനസ്സിലാക്കുക, ഈ സംഭവത്തോടെ പ്രസിദ്ധനായ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല പ്രവാചകത്വം നൽകി. ജാലൂത്തിനെ വധിച്ചതോടെ പ്രസിദ്ധനായ ദാവൂദ് അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല പ്രവാചകത്വം നൽകി. സബൂർ എന്ന വേദഗ്രന്ഥവും നൽകി. 40 കൊല്ലം അദ്ദേഹം ഭരണം നടത്തി. ദാവൂദ് അലൈഹി ഇസ്ലാം 40 കൊല്ലം ഭരണം നടത്തി. ഐക്ക മുതൽ യൂഫ്രട്ടീസ് നദി വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണപ്രദേശം. ഐക്ക മുതൽ യൂഫ്രട്ടീസ് വരെയായിരുന്നു ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ ഭരണപ്രദേശം. മനസ്സിലാക്കി പഠിക്കുക, ഐക്യ മുതൽ യൂഫ്രട്ടീസ് വരെ. പർവ്വതങ്ങളെയും പക്ഷികളെയും അല്ലാഹു തആല അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. പർവ്വതങ്ങളെയും പക്ഷികളെയും മനസ്സിലാക്കുക, ആർക്കാണ്? ദാവൂദ് അലൈഹി ഇസ്ലാമിനാണ് കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. അവ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് തസ്ബീഹ് ചൊല്ലി. പർവ്വതങ്ങളും പക്ഷികളും ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് തസ്ബീഹ് ചൊല്ലി. ആരാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് തസ്ബീഹ് ചൊല്ലിയത്? അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കും, പർവ്വതങ്ങളും പക്ഷികളും തസ്ബീഹ് ചൊല്ലി ആർക്ക്? മനസ്സിലാക്കുക, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് പർവ്വതങ്ങളും പക്ഷികളും തസ്ബീഹ് ചൊല്ലി. ഇരുമ്പിനെ അല്ലാഹു തആല മെഴുകുപോലെ മൃദുലമാക്കി കൊടുത്ത് അതുപയോഗിച്ച് ഭാരം കുറഞ്ഞ പടയങ്കികൾ മറ്റും നിർമ്മിച്ചു. ദാവൂദ് അലൈഹി ഇസ്ലാമിന് ഇരുമ്പിനെ മെഴുകുപോലെ മൃദുലമാക്കി കൊടുത്തു. ഇരുമ്പിനെ അല്ലാഹു തആല മെഴുകുപോലെ മൃദുലമാക്കി കൊടുത്തു. ആർക്കാണ്? ദാവൂദ് അലൈഹി ഇസ്ലാമിന്. അത് ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ പടയങ്കികളും മറ്റും നിർമ്മിച്ചു. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് എഴുതാൻ വന്നാൽ ഈ പാരഗ്രാഫാണ്, നന്നായി മനസ്സിലാക്കുക, എഴുതുക. 100 വയസ്സ് പ്രായമുള്ളപ്പോൾ ദാവൂദ് അലൈഹി ഇസ്ലാം വഫാത്തായി. 100 വയസ്സുള്ളപ്പോഴാണ് ദാവൂദ് അലൈഹി ഇസ്ലാം വഫാത്തായത്. ഭരണ തലസ്ഥാനമായ ബൈത്തുൽ മുഖദ്ദസ് പട്ടണത്തിലായിരുന്നു വഫാത്ത്. അത്യുഷ്ടമുള്ള ഒരു ദിവസമായിരുന്നു അത്. മകൻ സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ കൽപ്പന പ്രകാരം പക്ഷികൾ ചിറക് വിരിച്ചു ജനങ്ങൾക്ക് തണൽ നൽകി. മനസ്സിലാക്കുക, ഒരു അത്ഭുതം. ദാവൂദ് നബി അലൈഹി ഇസ്ലാം വഫാത്തായ ദിവസം നടന്നൊരു അത്ഭുതം മനസ്സിലാക്കി പഠിക്കുക. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനാസ ബൈത്തുൽ മുഖദ്ദസിൽ അടക്കം ചെയ്തു. അപ്പോൾ നന്നായി മനസ്സിലാക്കുക. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് എഴുതാൻ വന്നാൽ ഇത്രയും ഭാഗങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ ഇതിൻ്റെ തദ്രിഭാത്തിൽ വന്ന താബൂത്ത് എന്താണെന്ന് മനസ്സിലാക്കുക. പ്രവാചകരുടെ തിരുശേഷിപ്പുകൾ അടങ്ങിയ ഇസ്രായേലിയുടെ വിശുദ്ധ പതക്കം. അമാലിക്ക പ്രാചീന സിറിയയിലെ നാടോടി ഗോത്രങ്ങളാണ്. പ്രാചീന സിറിയയിലെ നാടോടി ഗോത്രങ്ങൾ. തോലൂത്ത് ഇസ്രായേലരുടെ രാജാവ്, ജാലൂത്ത് അമാലിക്ക രാജാവ്. നന്നായി മനസ്സിലാക്കുക. ജാലൂത്തിനെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമാണ് വധിക്കുന്നത്. ഒക്കെ മനസ്സിലാക്കി പഠിക്കട്ടോ. തദ്രിഭാത്തിലെ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നമുക്ക് 12ാമത്തെ പാഠം നോക്കാം. എന്താണ് ഇതിൽ പറയുന്നത്? ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് 12 മക്കളുണ്ടായിരുന്നു. അതിൽ പ്രശസ്തനും റസൂലുമാണ് മഹാരാജാവുമായ സുലൈമാൻ നബി. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളിൽ പ്രശസ്തനാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം. മനസ്സിലാക്കുക. 13ാം വയസ്സിൽ ഭരണമേറ്റെടുത്ത അദ്ദേഹം ഭൂലോക ചക്രവർത്തിയായി 40 വർഷം ഭരണം നടത്തി. 13ാം വയസ്സിൽ ഭരണമേറ്റ അദ്ദേഹം ഭൂലോക ചക്രവർത്തിയായി 40 വർഷം ഭരണം നടത്തി. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം 40 വർഷമാണ് ഭരണം നടത്തിയത്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമും 40 വർഷം തന്നെയാണ് ഭരണം നടത്തിയത്. മനസ്സിലാക്കണം കേട്ടോ. ദുരഭിമാനികളായ സ്വേച്ഛാധിപതികൾ ഭരണം നടത്തിയിരുന്ന കാലം. അവരെ വെല്ലുന്ന അധികാരം മോചിതത്തായി നൽകാൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചത് എന്താണ്? സ്വേച്ഛാധിപതികൾ ഭരണം നടത്തിയിരുന്ന കാലം അവരെ വെല്ലുന്ന അധികാരം മോചിതത്തായി നൽകാനാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചത്.
അള്ളാഹു താല മറ്റാർക്കും നൽകാത്ത അധികാരം അള്ളാഹു സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് നൽകി. പക്ഷികളെയും വന്യജീവികളെയും മനുഷ്യരെയും ജിന്നുകളെയും പിശാചുക്കളെയും കാറ്റിനെയും അധീനപ്പെടുത്തി കൊടുത്തു. മനസ്സിലാക്കുക, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു താല അധീനപ്പെടുത്തി കൊടുത്തത് എന്തൊക്കെയാണ്? പക്ഷികളെയും വന്യജീവികളെയും മനുഷ്യരെയും ജിന്നുകളെയും പിശാചുക്കളെയും കാറ്റിനെയും അധീനപ്പെടുത്തി കൊടുത്തു. അങ്ങനെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം എല്ലാ രാജാക്കളെയും കീഴ്പ്പെടുത്തി. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം എല്ലാ രാജാക്കളെയും കീഴ്പ്പെടുത്തിയത് എങ്ങനെ? മനസ്സിലാക്കി പഠിക്കട്ടാ. തൻ്റെ കൂട്ടുകാരെയും പട്ടാളത്തെയും കയറ്റി പരവതാനി വഹിച്ചുകൊണ്ട് കാറ്റ് നബിയുടെ നിർദ്ദേശപ്രകാരം സഞ്ചരിച്ചു വന്നു. തൻ്റെ കൂട്ടുകാരെയും പട്ടാളത്തെയും ഒക്കെ കയറ്റി പരവതാനി വഹിച്ചുകൊണ്ട് കാറ്റ് നബിയുടെ നിർദ്ദേശപ്രകാരം സഞ്ചരിച്ചു വന്നു. ദാവൂദ് നബി അലൈഹി സ്വലാം ആരംഭിച്ച ബൈത്തുൽ മഖ്സിന്റെ പുനർനിർമ്മാണം സുലൈമാൻ നബി അലൈഹി സ്വലാം പൂർത്തിയാക്കി. ബൈത്തുൽ മഖ്സിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയത് ആര്? സുലൈമാൻ നബി അലൈഹി സ്വലാം. ബൈത്തുൽ മഖ്സിന്റെ നിർമ്മാണം ആരംഭിച്ചതാരായിരുന്നു? ദാവൂദ് നബി അലൈഹി സ്വലാം. മനസ്സിലാക്കുക. തുടർന്ന് മക്കയിലെത്തി ഹജ്ജ് കർമ്മം നിർവഹിച്ച് മടക്കയാത്രയിൽ യമനിലെ സൊൻആനിലെത്തിയപ്പോൾ സബയിലെ ബിൽക്കീസ് രാജ്ഞിയെക്കുറിച്ച് ഹുദ്ഹുദ് പക്ഷി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു. സൊൻആനിലെത്തിയപ്പോൾ സബയിലെ ബിൽക്കീസ് രാജ്ഞിയെക്കുറിച്ച് ഹുദ്ഹുദ് പക്ഷിയാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞത്. മനസ്സിലാക്കുക. സൂര്യനെ ആരാധിക്കുന്ന ഒരു സമൂഹം, അവരെ ഒരു സ്ത്രീ അടക്കി ഭരിക്കുന്നു. ഇതാണ് ഹുദ്ഹുദ് പക്ഷി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞത്. മനസ്സിലാക്കുക. ബിൽക്കീസ് രാജ്ഞിയെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ട് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. നന്നായി മനസ്സിലാക്കുക. എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. എങ്ങനെയാണ്? സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ബിൽക്കീസിന് കത്തെഴുതി. അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നോട് നിങ്ങൾ അഹങ്കാരം കാണിക്കരുത്. നിങ്ങൾ മുസ്ലിങ്ങളായി എൻ്റെ അടുത്ത് വരിക. കത്ത് കിട്ടിയ ബിൽക്കീസ് രാജ്യത്തെ പ്രമുഖരുമായി കൂടിയാലോചിച്ച് ആദ്യം സുലൈമാൻ നബിയുടെ നിലപാട് അറിയാൻ പാരിതോഷികങ്ങളുമായി ആളെ അയച്ചു. പിന്നെ സുലൈമാൻ നബിയുടെ സന്നിധിയിലെത്തി. സന്നിധിയിലെ അത്ഭുതങ്ങൾ കണ്ട ബിൽക്കീസിനെ അതിശയിപ്പിക്കുകയും ഇസ്ലാം ആശ്ലേഷിക്കുകയും ചെയ്തു. സുലൈമാൻ നബി ബിൽക്കീസ് രാജ്ഞിയെ വിവാഹം കഴിച്ചു. മനസ്സിലാക്കുക. ബിൽക്കീസ് രാജ്ഞി വന്നപ്പോൾ സുലൈമാൻ നബിയുടെ സന്നിധിയിൽ കണ്ട അത്ഭുതങ്ങൾ എന്തൊക്കെയാണ്? ഹുദ്ഹുദ് മുഖേന വിവരമറിഞ്ഞ സുലൈമാൻ നബി ജിന്നുകൾക്ക് കൽപ്പന നൽകി. അവർ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഇഷ്ടികകൾ ഉപയോഗിച്ച് വിശാലമായ മൈതാനവും ചുറ്റുമതിലും സജ്ജീകരിച്ചു. വഴിയുടെ 2 ഭാഗങ്ങളിലും കരയിലെയും കടലിലെയും സുന്ദര ജീവികളെ അണിനിരത്തി. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം തൻ്റെ സിംഹാസനത്തിലിരുന്നു. ചുറ്റും ജിന്നുകളും മനുഷ്യരും പക്ഷികളും വന്യജീവികളും അണിനിരന്നു. ഇതാണ് ബിൽക്കീസ് രാജ്ഞി സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ വന്നപ്പോൾ കണ്ട കാഴ്ച. മനസ്സിലാക്കുക. സുലൈമാൻ നബി ബിൽക്കീസിന് വേണ്ടി ഒരു സ്ഫടിക കൊട്ടാരം നിർമ്മിച്ചു. അതിൽ ബിൽക്കീസിൻ്റെ സിംഹാസനം കൊണ്ടുവന്ന് വെക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചു. സിംഹാസനം കൊട്ടാരത്തിനകത്ത് വെച്ച് വാതിൽ അടച്ച് പൂട്ടി പാറാവുകാരെ നിർത്തിയായിരുന്നു ബിൽക്കീസ് പുറപ്പെട്ടത്. അപ്പോൾ സദസ്യരോട് സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിക്കുന്നു, അവർ എത്തുന്നതിന് മുമ്പ് ആരാണ് സിംഹാസനം കൊണ്ടുവരിക? ജിന്നുവർഗത്തിൽപ്പെട്ട ഇഫ്രീത്ത് പറഞ്ഞു, അത് അങ്ങ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. ഇഫ്രീത്ത് ജിന്നുവർഗത്തിൽപ്പെട്ട ശക്തനായ ഒരു ജിന്നാണ് ഇഫ്രീത്ത്. മനസ്സിലാക്കുക. ഇഫ്രീത്ത് പറഞ്ഞു, അങ്ങ് എഴുന്നേൽക്കും മുമ്പ് ഞാൻ അത് കൊണ്ടുവരാം. എന്നാൽ വലിയായ ആസഫിന് ബർഹിയ പറഞ്ഞു, താങ്കൾ കണ്ണ് ചിമ്മി തുറക്കും മുമ്പ് ഞാൻ അത് കൊണ്ടുവരാം. സിംഹാസനം സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ സന്നിധിയിലെത്തി. അവർ അല്ലാഹു തആലയെ സ്തുതിച്ചു. മനസ്സിലാക്കുക. ബൈത്തുൽ മുഖദ്ദസിൽ ഒരു ദിവസം നിസ്കരിക്കെ സുലൈമാൻ നബി വഫാത്തായി. 1 വർഷം കഴിഞ്ഞു മാത്രമേ എല്ലാവരും അറിഞ്ഞുള്ളൂ. 53 വയസ്സായിരുന്നു അന്ന് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് പ്രായം. ബൈത്തുൽ മുഖദ്ദസിൽ നിസ്കരിക്കവേ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം വഫാത്തായി. തൻ്റെ മുമ്പിൽ കഠിനാധ്വാനം ചെയ്തിരുന്ന ജിന്നുകളും പിശാചുക്കളും മനുഷ്യരും
1 വർഷം കഴിഞ്ഞ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മരണവിവരം അറിയുന്നത്. മനസ്സിലാക്കുക, സുലൈമാൻ നബിയുടെ മരണവിവരം അറിയുന്നത് 1 വർഷം കഴിഞ്ഞാണ്. 53 വയസ്സായിരുന്നു അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്നത്. മനസ്സിലാക്കി പാഠഭാഗം തദ്രിബാത്തൊക്കെ മനസ്സിലാക്കുക. അതിൽ നസിൽ യോജിച്ച് ചേർക്കാമെന്ന് മനസ്സിലാക്കുക. ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ മക്കൾ, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കൾ 12 മനസ്സിലാക്കുക. 12 പേരായിരുന്നു ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്. പിന്നെന്താണ്, ഭരണമേൽക്കുമ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ വയസ്സ്, ഭരണമേൽക്കുമ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് 13 വയസ്സായിരുന്നു. 13 വയസ്സ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഭരണം നടത്തിയ കൊല്ലം 40 കൊല്ലാണ്. 40 കൊല്ലാണ്. വഫാത്താകുമ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് 53 വയസ്സായിരുന്നു. 53 വയസ്സ്. അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇവിടെ വരുന്ന ഈ മീനിങ് ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. മാച്ച് ചെയ്യാനോ എഴുതാനൊക്കെ വരാം. അപ്പോൾ എല്ലാ പാഠത്തിൻ്റെയും ഇങ്ങനെ വരുന്ന മീനിങ് ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. ആസിഫ് ബിൻ ബർഹി ആരാണ്? സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ സദസ്സിലെ ഒരു വലിയായിരുന്നു. അദ്ദേഹം സിംഹാസനം കൊണ്ടുവന്നു. മനസ്സിലാക്കുക. അടുത്ത 13ാമത്തെ പാഠം എന്താ പറയുന്നത്? ഇതിൽ എന്താ മനസ്സിലാക്കേണ്ടത്? മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് യൂനുസ് നബി അലൈഹിസ്സലാം ദിക്റിൽ മുഴുകുന്നു. എന്തായിരുന്നു ദിക്ർ? മനസ്സിലാക്കി പഠിക്കുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നീനവ നാട്ടിലേക്ക് നിയുക്തനായ പ്രവാചകനാണ് യൂനുസ് നബി അലൈഹിസ്സലാം. നീനവ നാട്ടിലേക്ക് നിയുക്തനായ പ്രവാചകനാണ് യൂനുസ് നബി അലൈഹിസ്സലാം. വർഷങ്ങളോളം പരിശ്രമിച്ച് സത്യദീനിലേക്ക് ക്ഷണിച്ചെങ്കിലും ഫലം കാണാതെ വന്നപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാം നാട് വിട്ട് കപ്പൽ കയറി. കടൽ ശോഭിച്ചു. കപ്പൽ മുങ്ങുമെന്ന് ആയപ്പോൾ ചരക്കുകളെല്ലാം കടലിൽ എറിഞ്ഞു. ഭാരം കുറയ്ക്കാൻ കുറച്ചാളുകളെയും എടുത്തെറിയണമെന്നായി. നറുക്കിട്ടു. യൂനുസ് നബി അലൈഹി ഇസ്ലാമിന് നറുക്കു വീണു. കപ്പലിലുള്ളവർക്ക് ഇഷ്ടമില്ലായിരുന്നു. വീണ്ടും വീണ്ടും നറുക്കിട്ടെങ്കിലും നബിക്ക് തന്നെ നറുക്കു വീണു. കടലിലേക്കെറിഞ്ഞു. യാത്രയ്ക്ക് മുമ്പ് അനുവാദം ചോദിക്കുകയായിരുന്നു ഉത്തമം. അത് ഉപേക്ഷിച്ചതിനാണ് അല്ലാഹു തആല നബിയെ പരീക്ഷിച്ചത്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ മത്സ്യം വിഴുങ്ങുന്നു. അപ്പം അത് എന്തിനാണ്, എങ്ങനെയാണ് യൂനുസ് നബി അലൈഹി ഇസ്ലാം കപ്പലിലെത്തുന്നതും യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ മത്സ്യം വിഴുങ്ങാനിടയുണ്ടായ സാഹചര്യമൊക്കെ നന്നായി മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, അങ്ങനെ കപ്പലിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി കപ്പൽ കടലിലേക്ക് എടുത്ത് എറിയുകയാണ്. മനസ്സിലാക്കുക. അങ്ങനെയാണ് മത്സ്യം വിഴുങ്ങുന്നത്. മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് അദ്ദേഹം ദിക്റിൽ വ്യാപൃതനാകുന്നു. അല്ലാഹു തആല പ്രാർത്ഥന സ്വീകരിച്ചു. അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം മത്സ്യം അദ്ദേഹത്തെ കരയിൽ കൊണ്ടുപോയി വെച്ചു. ആരോഗ്യം ശക്തിയും വീണ്ടെടുത്ത് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. മനസ്സിലാക്കുക. നീനവ നാട്ടിലേക്ക് നിയുക്തനായ പ്രവാചകനായിരുന്നു അദ്ദേഹം. യൂനുസ് നാട് വിടുമ്പോൾ 3 ദിവസത്തിനകം ശിക്ഷയുണ്ടാകുമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇരുട്ടും പുകയുമുള്ള കാർമേഘം അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ തൗബ ചെയ്തു. അല്ലാഹു തആല ശിക്ഷയെ ഉയർത്തി. തൗബ ചെയ്തു അവർ. അപ്പോൾ അല്ലാഹു തആല ശിക്ഷയെ ഉയർത്തി. അപ്പോഴാണ് യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പുനരാഗമനം. അവർ സന്തോഷത്തോടെ നബിയെ സ്വീകരിച്ചു. അല്ലാഹു തആല യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ പരീക്ഷിച്ചത് തെറ്റ് ചെയ്തത് കൊണ്ടല്ല, യാത്രക്ക് മുമ്പ് അനുവാദം ചോദിക്കുകയായിരുന്നു ഉത്തമം. അത് ഉപേക്ഷിച്ചതിനാണ് യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ പരീക്ഷിച്ചത്. അല്ലാഹു തആല യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ പരീക്ഷിച്ചത് എന്തിന്? അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് ഇതിൽ പറയുന്നത് ഇല്യാസ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഡമസ്കസിൻ്റെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ബഅലബിലേക്ക് നിയുക്തനായ പ്രവാചകനാണ് ബഅലബിലേക്ക് നിയുക്തനായ പ്രവാചകനാണ് ഇല്യാസ് നബി അലൈഹി സ്വലാം. ബഅലബ് എന്ന വിഗ്രഹത്തെ അവർ ആരാധിച്ചു. ബഅലബ് എന്ന വിഗ്രഹത്തെ അവർ ആരാധിച്ചു. വധിക്കാൻ ശ്രമിച്ചതോടെ 10 വർഷം പർവ്വഗുഹയിൽ ഇല്യാസ് നബി അലൈഹി സ്വലാം 10 വർഷം ഒളിച്ചിരുന്നു. ഒരു പർവ്വത ഗുഹയിൽ 10 വർഷം ഒളിച്ചിരുന്നു. മനസ്സിലാക്കുക. അക്രമിയായ രാജാവ് മരണപ്പെട്ടതോടെ നാട്ടിലെത്തി പ്രബോധനം ആരംഭിച്ചു. ഇല്യാസ് നബി എത്ര വർഷമാണ് ഒളിച്ചു താമസിച്ചതെന്ന് ചോദിച്ചാൽ 10 വർഷം. മനസ്സിലാക്കുക.
ഇല്യാസ് നബി വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ച പ്രതിനിധിയാണ് അല്യസ്. ഇല്യാസ് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ച പ്രതിനിധി ആരാണ്? ചോദ്യം വരാം. അല്യസ് അലൈഹിസ്സലാമാണ്. മനസ്സിലാക്കുക. ബനൂ ഇസ്രായേലരെ സത്യമതത്തിലേക്ക് ക്ഷണിച്ച് അല്യസ് ദീർഘകാലം ജീവിച്ചു. പ്രായാധിക്യം വന്നപ്പോൾ ദുൽകിഫ്ലി അലൈഹിസ്സലാമിനെ പ്രതിനിധിയാക്കി. പകൽ നോമ്പെടുക്കണം, രാത്രി നിസ്കരിക്കണം, കോപിക്കരുത് എന്നീ ഉപാധികളോടെയാണ് അല്യസ് ദുൽകിഫ്ലിനെ പ്രതിനിധിയാക്കിയത്. ഈ നിബന്ധനകൾ ദുൽകിഫ്ലി മുറ പോലെ നിറവേറ്റി. അല്ലാഹു തആല അവരെ നുബുവത്തും റിസാലത്തും നൽകി. ദുൽകിഫ്ലി അലൈഹിസ്സലാമിനെ പ്രതിനിധിയാക്കുമ്പോൾ അല്യസ് എന്തെല്ലാം നിബന്ധനകളായിരുന്നു നൽകിയിരുന്നത്? പകൽ നോമ്പെടുക്കാനും രാത്രി നിസ്കരിക്കാനും കോപിക്കരുത് എന്നീ ഉപാധികളോടെയാണ് അല്യസ് അലൈഹിസ്സലാമിനെ ദുൽകിഫ്ലി പ്രതിനിധിയാക്കിയത്. മനസ്സിലാക്കി പഠിക്കട്ടോ. ചോദ്യം വരാം, എഴുതാൻ കഴിയണം. നീനവ എന്ന് പറഞ്ഞാൽ വടക്ക് ഇറാഖിലെ ഒരു പ്രദേശമാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം, മാച്ച് ചെയ്യാൻ വരാം. നീനവ എന്ന് പറഞ്ഞിട്ട് വടക്ക് ഇറാഖിലെ ഒരു പ്രദേശം, മാച്ച് ചെയ്യാൻ വരാം. അപ്പം എല്ലാ പാഠത്തിൻ്റെയും ഇങ്ങനെ വരുന്നതൊക്കെ നന്നായി മനസ്സിലാക്കട്ടെ. അനക്രവ് അനഫമോ. ബയലബക്ക് ലബാനിലെ ഒരു പുരാതന പട്ടണം. മനസ്സിലാക്കുക. നീനവ നാട്ടിലേക്ക് നിയുക്തനായ പ്രവാചകരായിരുന്നു യൂനുസ് അലൈഹിസ്സലാം. ഇല്യാസ് അലൈഹിസ്സലാമിനെ പ്രവാചകനായി നിയോഗിച്ചത് ബയലബക്ക്. ഇല്യാസ് അലൈഹിസ്സലാം വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ച പ്രതിനിധിയാണ് അല്യസ് അലൈഹിസ്സലാം. മനസ്സിലാക്കുക. അല്യസ് ഉപാധികളോടെ പ്രതിനിധിയാക്കുന്നത് ദുൽകിഫ്ലിയാണ്. മനസ്സിലാക്കുക. അത് അങ്ങനെ ഓർഡറിൽ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ ആ പാഠത്തുനിന്ന് യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ കുടുങ്ങിയതിനെ കുറിച്ചിട്ടും നന്നായി മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് 14ാമത്തെ പാഠം നോക്കാം. മരപ്പണിക്കാരനായ പ്രവാചകനായിരുന്ന ആര്? സക്കരിയ അലൈഹിസ്സലാം. മരപ്പണിക്കാരനായ പ്രവാചകനായിരുന്നു സക്കരിയ അലൈഹിസ്സലാം. അധ്വാനിച്ച് ജീവിക്കുകയും ദുഃഖിതരെ സഹായിക്കുകയും യാചകരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്ത മഹാനാണ് ഇസ്രായേലിലേക്ക് നിയുക്തനായ സക്കരിയ അലൈഹിസ്സലാം. മനസ്സിലാക്കുക. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിലാണ് ജനനം. അദ്ദേഹത്തിന് 120 വയസ്സായി. 120 വയസ്സ് സക്കരിയ അലൈഹിസ്സലാമിന്. പ്രബോധനം തുടരാൻ ഒരു സന്താനമില്ലാതെ ആ മഹാൻ ദുഃഖിച്ചു. സക്കരിയ അലൈഹിസ്സലാമിന് 120 വയസ്സായി. പ്രബോധനം തുടരാൻ ഒരു സന്താനമില്ലാതെ അദ്ദേഹം ദുഃഖിച്ചു. അദ്ദേഹം അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചു. അല്ലാഹു തആല യഹ്യ എന്ന സന്താനത്തെ നൽകുമെന്ന് സന്തോഷ വാർത്ത അറിയിച്ചു. സക്കരിയ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു. സക്കരിയ നബി അള്ളാഹുവിനോട് ചോദിച്ചു, എനിക്ക് വയസ്സായി, എൻ്റെ ഭാര്യ വന്ധ്യയുമായി, എങ്ങനെ കുഞ്ഞുണ്ടാകും? അല്ലാഹു തആല പറഞ്ഞു, അതെനിക്ക് എളുപ്പമാണ്. ഇതിനു മുമ്പ് ഒന്നുമില്ലായ്മയിൽ നിന്ന് താങ്കളെ ഞാൻ സൃഷ്ടിച്ചില്ലേ? അദ്ദേഹം അള്ളാഹുവിനോട് ഒരടയാളം ആവശ്യപ്പെട്ടു. 3 ദിവസം ആംഗ്യ ഭാഷയിലല്ലാതെ താങ്കൾക്ക് സംസാരിക്കാൻ കഴിയില്ല. ഇതായിരുന്നു അടയാളം. അല്ലാഹു തആലയോട് സക്കരിയ അലൈഹിസ്സലാം തനിക്ക് കുഞ്ഞു ജനിക്കുമെന്നതിന് അടയാളം ആവശ്യപ്പെട്ടപ്പോൾ എന്താണ് പറഞ്ഞത്? മനസ്സിലാക്കി പഠിക്കുക. എന്താണ് സക്കരിയ അലൈഹിസ്സലാം അല്ലാഹു തആലയോട് പറഞ്ഞത്? എനിക്ക് വയസ്സായി, എൻ്റെ ഭാര്യ വന്ധ്യയുമാണ്, എങ്ങനെ കുഞ്ഞുണ്ടാകും? മനസ്സിലാക്കുക. കളിക്കാൻ ക്ഷണിച്ച കുട്ടികളോട് യഹ്യ അലൈഹിസ്സലാം പറഞ്ഞു. എന്താ പറഞ്ഞത്? കളിക്കാനല്ല നാം സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. കളിക്കാനല്ല നാം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് യഹ്യ അലൈഹിസ്സലാം പറഞ്ഞു. യഹ്യ നബി അലൈഹിസ്സലാം ഭൗതിക വിരക്തനായി ജീവിച്ചു. രോമവസ്ത്രം ധരിച്ചു. വൃക്ഷങ്ങളിൽ നിന്ന് കഴിച്ചു. വിജനസ്ഥലത്ത് ഖബർ കുഴിച്ച് അതിലിരുന്ന് ഇബാദത്ത് ചെയ്തും കഴിഞ്ഞു കൂട്ടി. ചോദ്യം വരും, വൺവേഡൊക്കെ ആയിട്ട് വരും. ഖബർ കുഴിച്ച് അതിലിരുന്ന് ഇബാദത്ത് ചെയ്ത് ആരാണ്? യഹ്യ നബി അലൈഹിസ്സലാം. ഭൗതിക വിരക്തനായി ജീവിച്ചു ആര്? യഹ്യ അലൈഹിസ്സലാം. അക്കാലത്ത് ഡമസ്കസിലെ അധർമ്മിയായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് തനിക്ക് വിവാഹം കഴിക്കാൻ പാടില്ലാത്ത ബന്ധുവിനെ വിവാഹം കഴിക്കാൻ ഒരുങ്ങി. യഹ്യ അലൈഹിസ്സലാം അതിനെ എതിർത്തു. യഹ്യ അലൈഹിസ്സലാമിനോട് വിദ്വേഷം വെച്ച് പുലർത്തി. യഹ്യ അലൈഹിസ്സലാമിൻ്റെ ശിരസ് തനിക്ക് സമ്മാനിക്കണമെന്ന് കാമുകനോട് ആവശ്യപ്പെടുന്നു.
ശപിക്കപ്പെട്ട രാജാവ് അവളുടെ ആവശ്യത്തിന് വഴങ്ങി നബിയെ വധിക്കാൻ ആളെ വിടുന്നു. മണിക്കൂറുകൾക്കകം യഹ്യ അലൈഹി ഇസ്ലാമിന്റെ ശിരസ് അവരുടെ മുന്നിലെത്തി. അങ്ങനെ അവർ അല്ലാഹു തആലയുടെ ശാപമിറങ്ങാൻ കാരണമായി തീർന്നു. അപ്പോൾ യഹ്യ അലൈഹി ഇസ്ലാമിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കി എഴുതാൻ കഴിയുന്ന രീതിയിൽ പഠിക്കാം. 5 വരി കുറയാതെ എഴുതാൻ വന്നാൽ എഴുതാം. 15ാമത്തെ പാഠം. ഹന്ന ബീവി ഗർഭിണിയായി. ഹന്ന അവർ ഗർഭസ്ഥ ശിശുവിനെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി നേർച്ചയാക്കി. പ്രസവിച്ചപ്പോൾ അതൊരു പെൺകുട്ടിയായിരുന്നു. മനസ്സിലാക്കാം. ബനു ഇസ്രായേലിലെ പ്രമുഖ പണ്ഡിതനാണ് ഇമ്രാൻ. ഹന്ന ബീവിയുടെ ഭർത്താവ് ഇമ്രാൻ മറിയമിൻ്റെ പിതാവ് ഇമ്രാനായിരുന്നു. ബനു ഇസ്രായേലിലെ പ്രമുഖ പണ്ഡിതനായിരുന്നു. ബനു ഇസ്രായേലിലെ പ്രമുഖ പണ്ഡിതൻ ആണ് ഇമ്രാൻ. മനസ്സിലാക്കാം. ബൈത്തുൽ മുഖദ്ദസിന്റെ സേവനത്തിന് സമർപ്പിച്ചു. ഹന്ന ബീവി ബൈത്തുൽ മുഖദ്ദസിന്റെ സേവനത്തിന് സമർപ്പിച്ചു മറിയമിനെ. മാതൃ സഹോദരിയുടെ ഭർത്താവായ സക്കരിയ അലൈഹി ഇസ്ലാമിന്റെ അടുത്താണ് ഏൽപ്പിച്ചത്. മനസ്സിലാക്കുക. മറിയം ബീവിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഉഷ്ണകാലത്തെ പഴങ്ങൾ ശൈത്യകാലത്തും ശൈത്യകാലത്തെ പഴങ്ങൾ ഉഷ്ണകാലത്തും കാണുമായിരുന്നു. സക്കരിയ അലൈഹി ഇസ്ലാം ചോദിച്ചു, മറിയമേ, നിനക്ക് എവിടുന്ന് കിട്ടി? ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ്. അവർ മറുപടി പറയും. അപ്പോൾ അത് മനസ്സിലാക്കുക. മറിയം ബീവിയുടെ മുഅ്ജിസത്താണത്. മനസ്സിലാക്കി വെക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മറിയം ബീവി ഗർഭിണിയായി. ആക്ഷേപകരോട് കുട്ടിയെ ചൂണ്ടി അതിനോട് ചോദിക്കാൻ അവർ ആംഗ്യം കാണിച്ചു. ആ അത്ഭുത ശിശു സ്ഫുടമായി സംസാരിച്ചു, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ്. എനിക്ക് വേദം നൽകുവാനും എന്നെ നബിയാക്കുവാനും അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. മറിയം ജനങ്ങളുടെ ആക്ഷേപം ഭയന്നു. അപ്പം അള്ളാഹു തആല മറിയമിനോട് പറഞ്ഞു, നീ ദുഃഖിക്കരുത്. നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് താഴെ നിന്റെ റബ്ബ് ഒരു അരുവി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് നീ കുടിക്കുക. ഈത്തപ്പന പിടിച്ച് കുലക്കുക. അത് നിനക്ക് പഴുത്ത ഈത്തപ്പഴം വീഴ്ത്തിത്തരും. മനുഷ്യരിലാരെങ്കിലും കണ്ടാൽ ഞാൻ മൗനവ്രതം നേർച്ചയാക്കിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒരു മനുഷ്യരോടും സംസാരിക്കുകയില്ല എന്ന് ആംഗ്യം കാണിക്കുക. മനസ്സിലാക്കുക. മറിയം ബീവിയോട് അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്. അല്ലാഹു തആലയുടെ ഖുദ്റത്ത് പ്രകാരം മറിയം ബീവി പ്രസവിക്കുന്നു. അനുഗ്രഹീത ശിശുവാണ് ഈസൽ മസീഹ് അലൈഹിസ്സലാം. മനസ്സിലാക്കുക. ആക്ഷേപകരോട് കുട്ടിയെ ചൂണ്ടി അതിനോട് ചോദിക്കാൻ പറഞ്ഞു. അത്ഭുത ശിശു സ്ഫുടമായി സംസാരിച്ചു, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ്. അള്ളാഹു എനിക്ക് വേദം നൽകുവാനും നബിയാക്കുവാനും എന്നെ തീരുമാനിച്ചിട്ടുണ്ട്. സദസ്യർക്ക് സത്യം ബോധ്യപ്പെട്ടു. മനസ്സിലാക്കുക. ബനു ഇസ്രായേലിലെ അവസാനത്തെ നബിയാണ് ഈസാ നബി അലൈഹിസ്സലാം. ബനു ഇസ്രായേലിലെ അവസാനത്തെ നബിയാണ് ഈസാ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന് ഇഞ്ചീലും ധാരാളം മുഅ്ജിസത്തുകളും നൽകി. അല്ലാഹു തആലയുടെ അനുമതിയോടെ അദ്ദേഹം കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി. അത് പക്ഷിയായി പറന്നുപോയി അന്ധരെയും വെള്ളപ്പാണ്ട് രോഗികളെയും സുഖപ്പെടുത്തി മരിച്ചവരെ ജീവിപ്പിച്ചു. മനസ്സിലാക്കുക. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുഅ്ജിസത്താണ്. എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. ഈസാ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല ഇഞ്ചീൽ നൽകി. മനസ്സിലാക്കുക. വഞ്ചകനായ യഹൂദ എന്ന ശിഷ്യനാണ് നബിയെ ഒറ്റിക്കൊടുത്തത്. വഞ്ചകനായ യഹൂദ എന്ന ശിഷ്യനാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഒറ്റിക്കൊടുത്തത്. സൈന്യം വധിക്കാനെത്തി അല്ലാഹു തആല യഹൂദക്ക് ഈസാ നബിയുടെ മുഖസാദൃശ്യം നൽകി. യഹൂദക്ക് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുഖസാദൃശ്യം നൽകി. അള്ളാഹു ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തുകയാണ് ഉണ്ടായത്. ഈസാ അലൈഹി ഇസ്ലാമിനെ ആകാശത്തേക്ക് ഉയർത്തുകയാണ് ഉണ്ടായത്. യഹൂദക്ക് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുഖസാദൃശ്യം നൽകി. സൈന്യം യഹൂദയെ ക്രൂശിച്ചു. മനസ്സിലാക്കുക. ഈസാ അലൈഹി ഇസ്ലാമിനെ
വധിക്കുകയോ ക്രൂശിക്കുകയോ ചെയ്തിട്ടില്ല. ഈസാ അലൈഹി ഇസ്ലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തുകയാണ് ഉണ്ടായത് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. അതിൻ്റെ ആയത്താണ് ഇവിടെ വന്നത്, മനസ്സിലാക്കി പഠിക്കുക. അന്ത്യനാളിനോടടുത്ത് അദ്ദേഹം ഇറങ്ങി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ച് ഭരണം നടത്തുകയും ചെയ്യും. ഖുർആനിൽ പറഞ്ഞതാണ്, മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് താരിഖുൽ ഇസ്ലാമിൽ നിങ്ങൾക്ക് പാഠഭാഗങ്ങളുള്ളത്. നന്നായി മനസ്സിലാക്കി പഠിക്കുക. വോയിസിൻ്റെ കൂടെ പാഠഭാഗങ്ങൾ വെച്ചിട്ട് ഓരോന്നും അടയാളപ്പെടുത്തി ആ ഭാഗങ്ങൾ ആവർത്തിച്ച് പഠിക്കുക. എല്ലാവരും ഉപകാരപ്പെടുത്തുക. നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.